അപ്പോൾ ഇത് പറയാതെയും ഒഴിവാക്കാമായിരുന്നു, പക്ഷേ കമന്റുകളുടെ എണ്ണം കൂടി വരുന്നത് കൊണ്ട് പറയുന്നു. ഞാൻ ഈ ചിത്രം ഇതുവരെ കണ്ടിട്ടില്ല, ഒരുപക്ഷെ ഞാൻ ഇനി അത് കാണും എന്നും തോന്നുന്നില്ല. കാരണം ഇതിന്റെ സ്റ്റോറി ലൈനിനെ കുറിച്ച് എനിക്കൊരു ധാരണയുണ്ട്. സ്കൂളിലും കോളേജിലും ഒക്കെ അടിച്ച് തകർത്ത് ജീവിച്ച ഒരു പിള്ളേർ സെറ്റ് അവരുടെ ലൈഫിൽ ഒരു സ്റ്റേജിലെത്തിയപ്പോൾ ഈ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ വിട്ട് പല പല ദിക്കുകളിലേക്ക് പോവേണ്ടി വരുന്നു. അവിടെ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ശേഷം അവരുടെ പഴയ ഫ്രണ്ട്സിനെ മിസ് ചെയ്യുന്നത്, ഇതിനിടയിൽ അവരുടെ ഫാമിലിയുമായിട്ടുള്ള ബോണ്ടിങ്. അപ്പോൾ ഇതൊക്കെയാവാം ആ സിനിമയുടെ തീം. എന്നെ സംബന്ധിച്ച് ഇതൊക്കെ ഏതാണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ കഴിഞ്ഞു പോയ ഒരു സ്റ്റേജാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കഥ പറയുന്ന ഒരു സിനിമ ഈ ഒരു സ്റ്റേജിൽ ഒട്ടും കണക്ട് ആയിക്കൊള്ളണമെന്നില്ല. പ്രത്യേകിച്ച് ലൈഫിൽ അത് കഴിഞ്ഞു ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യും. പ്രിയപ്പെട്ടവരുടെ വിയോഗം, കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾ. ഇത് ഞാൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് മനസ്സിലാകാത്തിടത്ത് നിന്ന് അതിനെ നമ്മൾ തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ ഒരാൾക്ക് ഈ കൂട്ടുകാരെ പിരിഞ്ഞിരിക്കേണ്ടി വരുന്നതിന്റെയും അവരോടൊത്ത് ചായ കുടിക്കാൻ പോവാത്തതിന്റെയും വിഷമം പറയുന്ന ഒരു കഥ കണക്ട് ആവാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. സോ ഇതൊക്കെ കൊണ്ട് തന്നെ പ്രായം കൊണ്ടോ മനസ്സുകൊണ്ടോ സാഹചര്യങ്ങൾ കൊണ്ടോ എന്നെ പോലെ അമ്മാവന്മാരായി പോയ ആളുകൾ പ്ലീസ് സ്റ്റെപ്പ് ബാക്ക്. ആൻഡ് ഇതിൻ്റെതായ ഒരു കാഴ്ചക്കാരുണ്ട്. ഒരൊറ്റ ദിവസം കൊണ്ട് 3.5 ലക്ഷത്തോളം ടിക്കറ്റുകളാണ് ഈ സിനിമയുടേതായി ഓൺലൈനിൽ മാത്രം വിറ്റുപോയിട്ടുള്ളത്. സോ ഈ സിനിമയ്ക്ക് പിള്ളേരുണ്ട്, അവരുടെ പടമാണിത്, അവരുടെ ക്ലാസ്മേറ്റ്സ് ആണിത്. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഏജ് സ്പെസിഫിക് മൂവി. ആ ഏജിലുള്ളവർക്കും ആ ഒരു ഏജിൽ ഓർമ്മകൾ കൊണ്ടു നടക്കുന്നവർക്കും വേണ്ടിയുള്ള ഒരു സിനിമ.